ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിയുടെ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നോട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പൊളിറ്റിയുടെ ലക്ഷ്മികാന്തും അതോടൊപ്പം തന്നെ അരിഹന്തിൻ്റെ ടെക്സ്റ്റും അതേപോലെ തന്നെ അല്ലാണ്ട് കുറച്ച് ഗൂഗിളും ഒക്കെ കൂടെ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ പണ്ടത്തെ കാലത്ത്, അതായത് പണ്ടത്തെ കാലം എന്ന് പറയുമ്പോൾ ഒത്തിരി പണ്ടത്തേക്ക് പോകുന്നില്ല, മോഡേൺ ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് നമ്മുടെ കൺട്രീനെ എന്ത് രീതിയിലാണ് ബ്രിട്ടീഷുകാർ വന്ന കാലം തൊട്ട് ഭരിച്ചിരുന്നത്. ഓക്കെ, ആ ഒരു ഇതിൽ നിന്ന് തന്നെയാണ് മുന്നോട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ പൊളിറ്റിക്കൽ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായും അന്നത്തെ കാലത്തെ ഭരണത്തെ രണ്ട് ഹെഡിൻ്റെ കീഴിലാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് കമ്പനി റൂളും സെക്കൻഡ് വൺ ക്രൗൺ റൂളും. കമ്പനി റൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിലുള്ളത് പോലെ തന്നെ എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ വരുന്ന റൂൾസ് ആണ് ഇതിൽ ഏകദേശം 7 ആക്ടുകളാണ് വരുന്നത്. ക്രൗൺ റൂൾ എന്ന് പറയുമ്പോൾ 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർത്തലാക്കപ്പെടുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഡയറക്ട്ലി ബ്രിട്ടീഷ് മൊണാർക്കികളുടെ കീഴിലാണ് ഭരണം വരുന്നത്. സോ അപ്പോൾ വരുന്ന റൂൾസ് ആണ് ഈ ക്രൗൺ റൂൾ. അതിൻ്റെ കീഴിലും കുറേ അധികം ആക്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്പനി റൂളിൻ്റെ കീഴിൽ വരുന്നതാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773, അമെൻഡിംഗ് ആക്ട് ഓഫ് 1789, പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784, the Charter Act of 1793, the Charter Act of 1813, the Charter Act of 1833, the Charter Act of 1853. ഈ ആക്ടുകൾ കാണുമ്പോൾ ഇതെങ്ങനെ പഠിച്ചെടുക്കും എന്നോർത്ത് വേവലാതിപ്പെടേണ്ട, ഇത് സിമ്പിളാണ്. അതായത് ആദ്യത്തെ 3 ആക്ട് ശ്രദ്ധിച്ചേ, മൊത്തം നമുക്കിതിൽ 7 ആക്ടുകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യത്തെ 3 ആക്ടുകൾ എന്താ, റെഗുലേറ്റിംഗ് ആക്ടും സെക്കൻഡ് വൺ അമെൻഡിങ് ആക്ടും. ഒരു ആക്ട് ഉണ്ട്, അതിനെ അമെൻഡിങ് ചെയ്യുന്നു, അതാണ് അമെൻഡിങ് ആക്ട്. ദെൻ വരുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഇതിന് ശേഷം വരുന്ന ആക്ടുകൾ ദ ചാർട്ടർ ആക്ട് ഓഫ് 1783, അതേപോലെ തന്നെ ദ ചാർട്ടർ ആക്ട് ഓഫ് 1813. ഇതിനൊക്കെ ഒരു പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദ ചാർട്ടർ ആക്ട് ഓഫ് 1793 കഴിഞ്ഞ് 20 വർഷത്തിന് ശേഷമാണ് അടുത്ത ചാർട്ടർ ആക്ട് വരുന്നത്. അതിലും 20 വർഷത്തിന് ശേഷമാണ് അടുത്ത ചാർട്ടർ ആക്ട് വരുന്നത്. അങ്ങനെ 20 ഇയേഴ്സിൻ്റെ ഗ്യാപ്പ് വെച്ചാണ് ഓരോ ചാർട്ടർ ആക്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ 3 ആക്ടുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം, അതിൻ്റെ ഇയറും. ദെൻ നിങ്ങൾ ബാക്കിയുള്ളത് 20 ഇയേഴ്സ് ഗ്യാപ്പ് ഇട്ടങ്ങ് കണക്കാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നത് ക്രൗൺ റൂൾ. ക്രൗൺ റൂളിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ക്രൗൺ റൂൾ വരുന്നത് 1858 ഞാൻ പറഞ്ഞു ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർത്തലാക്കുന്നു. അതിനുശേഷം ക്രൗൺ റൂളാണ് വരുന്നത്. സോ 1858 മുതൽ 1947 വരെയാണ് ക്രൗൺ റൂളിൻ്റെ ഇടയിൽ കുറേ ആക്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആ ക്രൗൺ റൂളിന് ശേഷം 1947 ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഇതിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു ആക്റ്റാണ് എന്തെന്ന് പറയുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതുമാത്രമല്ല, ഈ ഓരോ ആക്ടുകളും ഓരോ സ്റ്റേജ് എത്തുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ളൊരു ഭരണഘടനയുടെ ആയിട്ട് ലിങ്ക്ഡ് ആയിട്ട് ഓരോ മാറ്റങ്ങളാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഓരോ ആക്റ്റും എന്താണെന്ന് പഠിക്കാതെ അതൊരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിൽ, അതായത് നമ്മളിപ്പോഴത്തെ കാലത്ത് പറയുന്ന പോലെ തന്നെ പഴയതിൽ നിന്ന് പുതുമയിലേക്ക് മാറി എന്നതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ആക്റ്റും ഇൻഡിവിജ്വലി നോക്കാം. അതിന് മുന്നേ 1600കളിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. അവരിവിടെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ട്രേഡ് നടത്താൻ വേണ്ടിയിട്ടാണ്. 1765 ഇവർ ബംഗാൾ, ബീഹാർ, ഒറീസ, പ്രധാനമായിട്ടും ഈ ബംഗാൾ, ബീഹാർ, ഒറീസ ആ പ്രൊവിൻസുകളിൽ ഇവർ എന്ത് ചെയ്യുന്നു, ദിവാനി റൈറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദിവാനി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ റൈറ്റ് ടു കളക്ട് ടാക്സ്. ഓക്കെ, ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് ഇവർക്ക് അധികാരം ലഭിക്കുന്നു. അതായത് പയ്യെ ഇവരെന്ത് ചെയ്യാണ്, നമ്മളെ ഇന്ത്യനെ ഇങ്ങനെ കാർന്ന് തിന്നുവാൻ വേണ്ടിയിട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ആക്ട് കൊണ്ടുവരുന്നു. അങ്ങനെ 1600 വന്ന ഇവർ എന്ത് ചെയ്യുന്നു, പയ്യെ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ കമ്പനിയുടെ കീഴിൽ അവർ പയ്യെ എന്ത് ചെയ്യുന്നു, ടാക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ ഓരോ സ്ഥലങ്ങളിലും റൈറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരുടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്തു വരുന്നു. പയ്യെ അവർ നമ്മളിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു ഭരണം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അതും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ. ഓക്കെ, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇതാണ് ആദ്യമായി ഇന്ത്യയിൽ ഇവർ ആദ്യം കൊണ്ടുവന്ന ആക്റ്റാണ്
സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ഗവർണർ ഓഫ് ബംഗാൾ എന്താവുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആവുന്നു. അപ്പോൾ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്താണ്? ലോർഡ് വാരൻ ഹാസ്റ്റിംഗ് ആണ്. ഓക്കെ, അങ്ങനെ ഗവർണർ ഓഫ് ബോംബെ, മദ്രാസ് ഒക്കെ ഈ ഗവർണർ ജനറൽ, അതായത് ഈ ബംഗാൾ ഗവർണർ ജനറലിന്റെ കീഴിൽ ഒരു സബോർഡിനേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, ആ സമയത്ത് 1774 കൽക്കട്ടയിൽ എന്ത് ചെയ്യുന്നു? സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ആകുന്നു. ആ സുപ്രീം കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജസുമാണ് ഉള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം പ്രൈവറ്റ് ആയിട്ട് വേറെ ട്രേഡ് നടത്താൻ പാടില്ല, പ്രസന്റുകൾ സ്വീകരിക്കാൻ പാടില്ല, വേറെ ബ്രൈറ്റ്സോ ഒന്നും ഈ കമ്പനി സെർവൻസ് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പാടില്ല. ഈ റെഗുലേറ്റിംഗ് ആക്ടിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നൊരു ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അവരാണ് കമ്പനിയുടെ ഗവർണിംഗ് ബോഡി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇവർക്ക് ലാക്ക് ഓഫ് വീറ്റോ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 വരുന്നത്. അതായത് ഇതിൽ മേജറായിട്ട് എന്താണ്? ഇന്ത്യയിൽ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതാണ് ഇതിൽ മേജറായിട്ടുണ്ടായ മാറ്റം. പിന്നെ സുപ്രീം കോടതി കൽക്കട്ടയിൽ എസ്റ്റാബ്ലിഷ് ആവുന്നു. അതേപോലെ തന്നെ ഗവർണർ ഓഫ് ബംഗാൾ എന്താവുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആവുന്നു. അങ്ങനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയ ആദ്യത്തെ വ്യക്തി ആരാണ്? വാരൻ ഹാസ്റ്റിംഗ് ആണ്. ഇത് ഇത്രയുമാണ് ഇവിടെ ഉണ്ടാകുന്ന മേജർ ആയിട്ടുള്ള മാറ്റങ്ങൾ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് വരുന്നത് അമെൻഡിങ് ആക്ട് ഓഫ് 1781 ആണ്. ഈ അമെൻഡിങ് ആക്ട് ഓഫ് 1781 എന്തെന്നും കൂടെ പറയുന്നു? ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്നും കൂടെ പറയുന്നു. ഓക്കെ, അതായത് ഇതൊരു ആക്ട് ഓഫ് സെറ്റിൽമെന്റ് ആണ്. അതിൽ പേരുണ്ട്. അതായത് മുന്നേ ഉണ്ടായിരുന്ന റെഗുലേറ്റിംഗ് ആക്ടിന് എന്തൊക്കെയോ പോരായ്മകളുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിനെ അമെൻഡ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഇതിനെ അമെൻഡിങ് ആക്ട് ഓഫ് 1781 എന്ന് വിളിക്കുന്നു. നേരത്തെ സുപ്രീം കോടതി വെറുതെ അങ്ങ് അവർ എക്സ്റ്റാബ്ലിഷ് ചെയ്തതേ ഉള്ളൂ. സുപ്രീം കോടതിയിലെ അധികാര പരിധി അല്ലെങ്കിൽ ജുറിസ്ഡിക്ഷൻ എന്താണെന്ന് അതിൽ വിവരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഗവർണർ ജനറൽ അവർക്ക് അവരുടെ അധികാര പരിധികൾ എന്താണെന്നോ ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു അമെൻമെന്റിൽ ചെറിയൊരു ഇളവ് കൊടുത്തുകൊണ്ട് സുപ്രീം കോടതിയുടെ ജുറിസ്ഡിക്ഷൻ കൽക്കട്ടയിൽ മാത്രമായിട്ട് അധികാര പരിധിയെ ഒതുക്കുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ ഗവർണർ ജനറലിനെയും ഗവർണർ ജനറലിന്റെ കൗൺസിൽസിനെയും കമ്പനിയുടെ സെർവൻസിനെയും അതേപോലെ തന്നെ റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിനെയും ഈ ഒരു ജുറിസ്ഡിക്ഷന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നു. ഈ ഇത്രയും കാര്യങ്ങളാണ് ഈ അമെൻഡിങ് ആക്ട് ഓഫ് 1781 വഴി ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് പിറ്റ്സിന്റെ ആക്ട് ഓഫ് 1784 ആണ്. അതായത് അമെൻഡിങ് ആക്ട് ഓഫ് 1781 ശേഷം 3 വർഷത്തിന് ശേഷം നെക്സ്റ്റ് ഒരു ആക്ട് കൊണ്ടുവരുന്നു. അതാണ് പിറ്റ്സിന്റെ ആക്ട് ഓഫ് 1784. ഈ പിറ്റ്സിന്റെ ആക്ട് വഴി കമ്പനി എന്താവുന്നു? ഒരു സ്റ്റേറ്റിന്റെ കീഴിലുള്ള ഒരു സബോർഡിനേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറുന്നു ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പം അവിടെ കൂടുതലായിട്ട് കൺട്രോൾ ആരുടെ കീഴിൽ വരുന്നു? ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് വരുന്നു. അതിന്റെ കീഴിൽ ഒരു സബോർഡിനേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എന്ത് വരുന്നു? ഈ കമ്പനി വരുന്നു. ഓക്കെ, അവിടെ ഡബിൾ ഗവൺമെന്റ് ഫോം ചെയ്യുന്നു. ആ ഡബിൾ ഗവൺമെന്റ് ആണ് നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന 1773 പറഞ്ഞിരുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും. ആ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്താണ് ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ ആയിട്ട് കമ്പനിയുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു. അതേപോലെ തന്നെ BOC ബോർഡ് ഓഫ് കൺട്രോൾ എന്ത് ചെയ്യുന്നു? അവർ പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പിറ്റ്സിന്റെ ആക്ടിന്റെ കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഡബിൾ ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഈ CODയും BOCയും. ഇതാണ് ഇവിടെ ഒരു മേജറായിട്ട് വരുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി അടുത്ത് വരുന്നൊരു ആക്ട് ആണ് എന്തെന്ന് പറയുന്നത്? ചാർട്ടർ ആക്ട് ഓഫ് 1793. ഇതിൽ വലുതായിട്ട് മാറ്റങ്ങളൊന്നും സംഭവിക്കത്തില്ല. ആകെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപ്പൊളി എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും ഒരു 20 വർഷത്തേക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ 1773 റെഗുലേറ്റിംഗ് ആക്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു ഗവർണറിന് എന്തില്ല? ഒരു വീറ്റോ പവർ കുറവായിരുന്നു. പക്ഷേ ഈ ഒരു സമയമായപ്പോൾ ചാർട്ടർ ആക്ട് ഓഫ് 1793 കൂടി ഒരു വീറ്റോ പവർ വരുന്നുണ്ട്. അതായത് 20 വർഷത്തിന് ശേഷം 1773 വീറ്റോ പവർ ഇല്ലായിരുന്നു. 1793 ആയപ്പോഴത്തേക്കും വീറ്റോ പവർ കൗൺസിലിന്റെ മേൽ വരുന്നു. വീറ്റോ പവർ എന്ന് പറഞ്ഞാൽ അറിയാലോ, വോട്ടിംഗ് റൈറ്റ് ആണ്. ഓക്കെ, ഇനി ദ ചാർട്ടർ ഓഫ് ആക്ട് ഓഫ് 1830. ഈ ഒരു ആക്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ചാർട്ടർ ആക്ട് ഓഫ് 1793. അവിടെ കമ്പനിയുടെ
എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്രേഡ് നടത്താനുള്ള അധികാരം. അതാണ് അവിടുന്ന് 20 വർഷത്തേക്ക്, അതായത് ദ ചാർട്ടർ ആക്ട് ഓഫ് 1833 അവിടുന്ന് 20 വർഷത്തേക്ക്. ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു 20 വർഷത്തേക്കും കൂടെ. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടൊരു മാറ്റം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ മോണോപ്പൊളി, ട്രേഡിന്മേലെയുള്ള അധികാരം ഇവിടെ ഓൾമോസ്റ്റ് എൻഡ് ആകുകയാണ്. പക്ഷെ എന്നാലും കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ചൈനയുമായിട്ടും അതേപോലെ തന്നെ തേയില വ്യാപാരങ്ങളും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, വീണ്ടും 20 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1813 ആണ്, വീണ്ടും 20 വർഷത്തേക്കെന്ന് പറയുമ്പോഴത്തേക്കും 1833, ദ ചാർട്ടർ ആക്ട് ഓഫ് 1833. ഓക്കെ, ഈ ഒരു സമയത്ത് ബ്രിട്ടീഷ് ടെറിട്ടറീസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻസ് ഇവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ദ ചാർട്ടർ ആക്ട് ഓഫ് 1833 ആണ്. വീണ്ടും 20 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് 1853. അതോടുകൂടി നമ്മുടെ കമ്പനി റൂള് എൻഡ് ചെയ്യുകയാണ്. ഓക്കെ, 20 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ടെറിട്ടറീസ് ഈ ഒരു സമയത്തായത്തേക്കും ബ്രിട്ടീഷ് മൊണാർക്കിയുടെ പേരിലാണ്, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള ആ ഒരു ട്രേഡ് മാർക്ക് മാറി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പേരിലാണ് പിന്നീട് ഭരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഇനി കമ്പനീസ് നടത്തിക്കൊണ്ടിരുന്ന ചൈനയും അതേപോലെ തന്നെ തേയില വ്യാപാരങ്ങളും അവിടെ നിർത്തലാക്കപ്പെടുന്നുണ്ട് ചാർട്ടർ ആക്ട് ഓഫ് 1833 വഴി. പക്ഷെ എന്നാലും കമ്പനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് 1853 ഓക്കെ, ഇനി ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഇവിടെ നടക്കുന്ന ഒരു മേജർ ചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്. ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്താവുന്നു, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആവുന്നു. 1773 ഗവർണർ ഓഫ് ബംഗാൾ എന്താവുന്നു, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആവുന്നു. അങ്ങനെ ആയ വ്യക്തിയാണ് ലോർഡ് ബാരൻ ഹാസ്റ്റിങ്സ്. ചാർട്ടർ ആക്ട് ഓഫ് 1833 എന്ത് സംഭവിക്കുന്നു, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആവുന്നു. ഓക്കെ, അതാണ് ലോർഡ് വില്യം ബെന്റിക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്താണ്, ലോർഡ് വില്യം ബെന്റിക് ആണ്. ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ്, ലോർഡ് വില്യം ബെന്റിക്. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ലോർഡ് വില്യം ബെന്റിക്. ഓക്കെ, നിങ്ങൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ ഒരു സമയമായപ്പോഴത്തേക്കും ഗവർണർ കൗൺസിലിൽ ഒരു ലോ മെമ്പറിനെ ആഡ് ചെയ്യുന്നു. അതാണ് TB മെക്കാലെ എന്ന് പറയുന്നത്. ഈ ലോർഡ് മെക്കാലെയാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ലോ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ഈ ഒരു കൗൺസിലിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന വ്യക്തി. ഓക്കെ, ഈ പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ലേവറി അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സുകൾ എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്, ലോർഡ് വില്യം ബെന്റിക്കിൻ്റെ സമയത്ത്. ഓക്കെ, അങ്ങനെ സ്ലേവറി വന്നിട്ട് 1843 അബോളിഷ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ ബോഡി എന്ന നിലയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആക്ടിവിറ്റീസ് ഒക്കെ നിർത്തലാക്കുകയും അതേപോലെ തന്നെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി EIC എന്തായി മാറുകയാണ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായി മാറുകയാണ്. അതേപോലെ തന്നെ ഇവിടെ വരുന്ന മേജർ ചേഞ്ച് ആണ് പുതിയൊരു സിസ്റ്റം, അതായത് സിവിൽ സർവൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്രൗൺ റൂൾ. അതിന് മുന്നേ ദ ചാർട്ടർ ആക്ട് ഓഫ് 1853 ഉണ്ട്. ഓക്കെ, ചാർട്ടർ ആക്ട് ഓഫ് 1853 കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടിയിട്ട് കമ്മിറ്റി ഓൺ ദി ഇന്ത്യൻ സിവിൽ സർവീസസ് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് 1854. ഇതാണ് അവിടെ നടക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അതെ, മുന്നത്തേതിൽ എന്ത് ചെയ്യുന്നു, അറ്റംപ്റ്റ് ചെയ്യുന്നു. 1853 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഓപ്പൺ കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടിയിട്ട് ആ കമ്പനി തന്നെ ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ ആദ്യമായി വേറൊരു മേജർ ചേഞ്ച് ആണ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഒരു ലോക്കൽ റെപ്രസെൻറ്റേഷനെ കൊണ്ടുവരുന്നു എന്നുള്ളത്. അതായത് അത്രയും നാളും ബ്രിട്ടീഷുകാർ മാത്രമായിരുന്നു. സോ അതിലേക്ക് ഒരു ലോക്കൽ റെപ്രസെൻറ്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സെപ്പറേറ്റ് ആയിട്ട് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഗവൺമെൻറ് സെപ്പറേറ്റായി ആദ്യമായി ഭരിക്കുകയാണ് 1853 ഉണ്ടാകുന്ന ഒരു മേജർ ചേഞ്ച്. ഓക്കെ, ആ ചേഞ്ച് മേജർ ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷനിലും എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്
നമ്മുടെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ നമ്മളത് കാണുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 1853 ശേഷം വരുന്നത് ക്രൗൺ റൂൾ ആണ്. ക്രൗൺ റൂൾ വരുന്നത് 1858 തൊട്ട് 1947 വരെയാണ്. ഓക്കെ, അപ്പം 1858 വരുന്ന മേജർ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്നാണ് ആദ്യമായി ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്ത ആക്ടിന്റെ പേര്. ഈ ആക്ട് കൊണ്ടുവരുന്ന മേജർ ചേഞ്ച് എന്താന്ന് വെച്ചാൽ EIC അബോളിഷ് ചെയ്യുന്നുണ്ട്. EIC എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്യുന്നുണ്ട്. അതായത് അതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർത്തലാക്കുന്നു. എന്നിട്ട് എല്ലാ പവേഴ്സും ഈ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇന്ത്യയിലുള്ള ടെറിട്ടറി ആയിക്കോട്ടെ, റവന്യൂ ആയിക്കോട്ടെ, സകലതും എന്തിന്റെ കീഴിൽ വരുന്നു? ബ്രിട്ടീഷ് ക്രൗണിന്റെ കീഴിൽ വരുന്നു. അതായത് ബ്രിട്ടീഷ് മൊണാർക്കിയുടെ കീഴിൽ വരുന്നു. ഓക്കെ, ഇന്ത്യ ടു ബി ഗവേൺഡ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആൻഡ് കൗൺസിൽ ഓഫ് 50. ഓക്കെ, ഇന്ത്യയിൽ എന്തായിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടും തിരിയുന്നു. അതിന്റെ കീഴിൽ എന്തുണ്ട്? 15 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കൗൺസിൽ ഉണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ എന്ത് വരുന്നുണ്ട്? ഒരു ഡ്യുവൽ സിസ്റ്റം വരുന്നുണ്ട്. അതായത് രണ്ട് രീതിയിലാണ് ഭരണം നടക്കുന്നത്. ഒന്ന് എന്താണ്? CODയും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും അതേപോലെ BOCയും ബോർഡ് ഓഫ് കൺട്രോളും. ഓക്കെ, ഈ ഒരു COD എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മാറ്റർ കൺട്രോൾ ചെയ്യുന്നു. BOC എന്ന് പറയുമ്പോഴത്തേക്കും പൊളിറ്റിക്കൽ ആയിട്ടുള്ള മാറ്റേഴ്സ് കൺട്രോൾ ചെയ്യുന്നു. ഈ ഒരു കാര്യം ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 കൂടി പിറ്റ്സ് ഇന്ത്യ ആക്ട് ഏത് വർഷമാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നത് 1784 ആണ്. ആ ഒരു സമയത്ത് കൊണ്ടുവന്ന ഈ ഡ്യുവൽ സിസ്റ്റം 1858, അതായത് ക്രൗൺ റൂൾ വന്ന് ആദ്യം തന്നെ ആ ഒരു കാര്യം എടുത്തു കളയുകയാണ്. ഇനി ഇവിടെ വരുന്ന ഒരു മേജർ ചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്? ഗവർണർ ജനറൽ ബിക്കം ദ വൈസ്രോയ് ദ ലോർഡ് കാനിങ്. ഓക്കെ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുണ്ട് കേട്ടോ, അത് ആഡ് ആക്കണേ. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്താവുന്നു? ദ വൈസ്രോയ് ആയി മാറുന്നു. അപ്പോൾ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? ലോർഡ് കാനിങ് ആണ്. ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? അതും ലോർഡ് കാനിങ് ആണ്. അതായത് ലോർഡ് കാനിങ് അധികാരത്തിലേക്ക് വരുമ്പം എന്തായിട്ടാണ് വരുന്നത്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ടാണ് വരുന്നത്. അതിനുശേഷമാണ് ഈ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ദ വൈസ്രോയ് ആക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മുന്നത്തെ കാര്യത്തിൽ ആരാണ്? ദ ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ എന്താവുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആവുന്നു. അതാരാണ്? ലോർഡ് വാരൻ ഹാസ്റ്റിങ്സ് ആണ്. അതിനുശേഷം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആവുന്നു. അതാരാണ്? വില്യം ബെന്റിക് ആണ്. ഇനി ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്താവുന്നു? ദ വൈസ്രോയ് ആകുന്നു 1858 ആകുമ്പോൾ. അതാരാണ്? ലോർഡ് കാനിങ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861. 1861 ഈ ഒരു കൗൺസിൽ ആക്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ലോർഡ് കാനിങ് എന്ത് ചെയ്യുന്നുണ്ട്? 3 ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക്. എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് 2 കൗൺസിൽ ഉണ്ട്. ഓക്കെ, അതിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് 3 പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ 3 നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഇന്ത്യക്കാരാണ് ആരൊക്കെ? ദ രാജാവ് ഓഫ് ബനാറസ്, ദ മഹാരാജ ഓഫ് പാട്ടിയാല ആൻഡ് സർ ദിങ്കർ റാവോ. ഓക്കെ, ഇവർക്ക് അതേപോലെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പോർട്ട്ഫോളിയോ സിസ്റ്റത്തിൽ റെക്കഗ്നേഷൻ നൽകുന്നുണ്ട്. പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടല്ലോ, ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ വന്നിട്ട് ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഗവർണർ ഉണ്ടാവും. ആ ഗവർണർ ജനറലിന്റെ കീഴിലാണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. അവിടെ ഒരു ക്യാബിനറ്റ് പോലെ ഫോം ചെയ്യും. അതാണ് ഈ പോർട്ട്ഫോളിയോ സിസ്റ്റം. അതായത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു പോർട്ട്ഫോളിയോ സിസ്റ്റത്തിലെ ക്യാബിനറ്റിന്റെ ഹെഡാണെന്ന് വെക്കുക. ഇവിടെ താഴെ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് എന്ത് ചെയ്യും? തിരിക്കും. അതായത് ഹോം, ഫിനാൻസ്, ലോ, പബ്ലിക് വർക്ക്സ്, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യമാണ് പിന്നീടത്തേക്ക് ഒരു ക്യാബിനറ്റ് ഗവൺമെന്റ് ഇന്ത്യയിൽ ഫോം ചെയ്യാനായിട്ടേക്ക് ലീഡ് ചെയ്തൊരു കാര്യം. പിന്നെ ആ സമയത്ത് ബഡ്ജറ്റിന്റെ മേലെ ഒരു കൺട്രോൾ ഇല്ലായിരുന്നു. ഒരു ബില്ല് പാസ്സാക്കി അത് അപ്രൂവ് ആകണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ ആരുടെ അനുവാദമാണ് വരില്ല, അല്ലെ ആരുടെ അസെന്റ് ആണ് വേണ്ടത്, ആരുടെ ഒപ്പാണ് വേണ്ടത്? നമ്മുടെ പ്രസിഡന്റിന്റെയാണ്, അല്ലെ? അതേപോലെ തന്നെ അന്നത്തെ കാലത്ത് വൈസ്രോയുടെ അപ്രൂവൽ വേണമായിരുന്നു. ഓക്കെ, വൈസ്രോയ് എന്ന് പറയുമ്പം ഗവർണർ ജനറൽ തന്നെയാണ്. അത് അയാളെ പിന്നീട് പേര് മാറി വൈസ്രോയ് എന്ന് അറിയപ്പെടുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1892. ഇവിടെ വലിയൊരു മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. വരുന്ന വേറൊരു മേജർ കാര്യങ്ങളെന്ന് പറയുന്നത്
ലോക്കൽ റെപ്രസെൻറ്റേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് റെപ്രസെൻറ്റേഷൻ തന്നെയാണ്, പേരിൽ തന്നെയുണ്ട്, ലോക്കലായിട്ടുള്ള ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യും. അത് വന്നിട്ടൊരു ഏകാധിപത്യ റൂൾ അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് ഒരു കൺസൾട്ടേറ്റീവ് ഗവേണൻസ് എന്ന് പറയുമ്പോൾ കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുകയില്ലേ, ആ ഒരു മീനിങ്ങിൽ തന്നെ അത് വെച്ചങ്ങ് മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പോൾ നമ്മൾ എന്തിനാണ് ഒരു ലോക്കൽ റെപ്രസെൻറ്റേഷനെ ഇപ്പം നമ്മളെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എലക്ട് ചെയ്ത് വിടുന്നത്? നമുക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, 1000 ജനങ്ങളുള്ള സ്ഥലത്ത് ആ ജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്ത് ആ ജനങ്ങളുടെ ആവശ്യം ഭരണത്തിൻ്റെ മുന്നിൽ ഉന്നയിച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാവുമല്ലേ ഒരാളെ നമ്മൾ ലോക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് അങ്ങോട്ടേക്ക് അയക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് റെപ്രസെൻറ്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി അവിടെ ആ ഓട്ടോക്രാറ്റിക് റൂൾ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും സ്വയമേ തീരുമാനം എടുക്കാം. പക്ഷെ ആ ഒരു ഇതിൽ നിന്ന് പീപ്പിൾസിൻ്റെ ആവശ്യം, ജനങ്ങളുടെ ആവശ്യം എന്താണെന്നും കൂടെ അറിഞ്ഞ് ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ഷിഫ്റ്റാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം, പക്ഷേ വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല. ഓക്കെ, ഈ ഒരു കാര്യം പിന്നീട് 1909 മോർലി മിൻഡോ റിഫോംസ് അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 ഡയറക്റ്റ് ഇലക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, ഇനി ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 ഇതിനെ എന്തെന്നും പറയുന്നുണ്ട്? മോർലി മിൻഡോ റിഫോംസ് എന്നും കൂടെ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ മോർലി മിൻഡോ റിഫോംസ് എന്ന് പറയുമ്പോൾ മോർലി മിൻഡോ രണ്ടും രണ്ട് വ്യക്തികളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ജോൺ മോർലി, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും അതിൻ്റെ കീഴിൽ 15 മെമ്പേഴ്സ് വരുന്ന കൗൺസിൽ ഉണ്ട്. അപ്പോൾ ആ സെക്രട്ടറിയാണ് ആരെന്ന് പറയുന്നത്? ഈ ജോൺ മോർലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ വൈസ്രോയ് ആണ് ലോർഡ് മിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ മാറ്റമാണ് ഈ ഒരു ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് വാട്ട്? മോർലി മിൻഡോ റിഫോംസ്. ഓക്കെ, ഇനി ഇന്ത്യൻ മെമ്പർ ഫസ്റ്റ് ടൈം ഇൻ ദി എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഇത്ര നേരം ഏതിലായിരുന്നു ഇന്ത്യൻ മെമ്പർ ഉണ്ടായിരുന്നത്? ലെജിസ്ലേറ്റീവ് കൗൺസിലായിരുന്നു അല്ലേ? അപ്പോൾ 1909 ആയപ്പോഴത്തേക്കും എന്ത് വരുന്നുണ്ട്? എക്സിക്യൂട്ടീവ് കൗൺസിലും ഗവർണർ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും ഒരു ഇന്ത്യൻ മെമ്പർ വരുന്നതും ലോ മെമ്പർ ആയിട്ടാണ് വരുന്നത്. വരുന്ന വ്യക്തി ആരാണ്? സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. ഓക്കെ, ഇതൊക്കെ PSC UPSC പോലെയുള്ള ക്വസ്റ്റ്യനിൽ UPSCയിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടും പേര് മാറ്റിയൊക്കെ ചോദിക്കാം. അതേപോലെ തന്നെ PSCയിൽ ആരാണെന്നുള്ളത് ഡയറക്റ്റ്ലിയും ചോദിക്കാം. ഓക്കെ, വൺ വേർഡ് ആയിട്ടും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇനി സെപ്പറേറ്റ് ഇലക്ട്രോൾ ഇവിടെ വരുന്ന ഒരു മേജർ ചേഞ്ച് ആണ്. ഇതാണ് പിന്നീടത്തേക്കും വരുന്നത്. അതായത് മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടോറേറ്റ്സ്, ഇതാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പിന്നീടത്തേക്ക് ഓരോ ആക്ടുകളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ റിലീജിയൻ്റെ ബേസിലും സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് വരുന്നത്. ഓക്കെ, ദ സിസ്റ്റം ഓഫ് എലക്ഷൻ വാസ് ഇൻഡയറക്റ്റ് ആയിരുന്നു. ഓക്കെ, റീറ്റെയിൻഡ് official majority in the Central Legislative Council, non-official majority in the Legislative Council. Okay, അപ്പം ഇങ്ങനെ ഇത്രയും മാറ്റങ്ങളാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 വരുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് മോർലി മിൻഡോ റിഫോംസ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 തന്നെയാണ് പറയുന്നത്. അവർ രണ്ടുപേരും സെക്രട്ടറി ഓഫ് ഒരാൾ സ്റ്റേറ്റും മറ്റൊരാൾ വൈസ്രോയും ആയിരുന്നു ആ കാലഘട്ടത്തെ. അവർ കൊണ്ടുവന്ന മാറ്റങ്ങളാണിവ. അവർ കൊണ്ടുവന്ന പ്രധാന മാറ്റം എന്താണ്? എക്സിക്യൂട്ടീവ് കൗൺസിലും ലോക്കൽ റെപ്രസെൻറ്റേഷൻ ഇന്ത്യൻ മെമ്പർ വരുന്നു. അതാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ ലോ മെമ്പറായിട്ടാണ് വരുന്നത്. പിന്നെ മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടോറേറ്റ്സ് കൊണ്ടുവരുന്നു, എലക്ഷൻ കൊണ്ടുവരുന്നുണ്ട്, വോട്ടിംഗ് കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവർ കൊണ്ടുവരുന്ന മേജർ റിഫോംസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്ന് പറയുമ്പോൾ ഇപ്പോൾ മൊണ്ടേഗോ ചെംസ്ഫോൾഡ് റിഫോംസ്, നേരത്തെ നമ്മൾ പറഞ്ഞു മോർലി മിൻഡോ റിഫോംസ് എന്ന് പറയുമ്പോഴത്തേക്കും അതും രണ്ട് വ്യക്തികളാണ്. അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 മൊണ്ടേഗോയും ചെംസ്ഫോൾഡ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ കൊണ്ടുവന്ന റിഫോംസിനെയാണ് മൊണ്ടേഗോ ചെംസ്ഫോൾഡ് റിഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രപ്പോസ്ഡ് ബൈ എഡ്വിൻ മൊണ്ടേഗോ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. അതേപോലെ ലോർഡ് ചെംസ്ഫോൾഡ് ആ കാലത്തെ ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്ന ആൾ. ഇവർ രണ്ടുപേരും കൂടെ കൊണ്ടുവന്നാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1919. ആ സമയത്ത് ബൈക്യാമറൽ സിസ്റ്റം വരുന്നു. ബൈക്യാമറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഭരണം രണ്ടായിട്ട് ഒരു ഹെഡിൻ്റെ കീഴിൽ തിരിച്ചിട്ട്, അതാണ് എന്തെന്ന് പറയുന്നത്? ഒന്ന് കൗൺസിൽ ഓഫ് സ്റ്റേറ്റും
അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമായിട്ട് 2 കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഓക്കെ, ഇനി ദ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ. കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോ കമ്മ്യൂണിറ്റി ബേസ്ഡ് റെപ്രസെൻറ്റേഷൻ അല്ലേ. അതായത് അതവിടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. നേരത്തെ മുരളി മിൻറ്റോ റിഫോംസ് 1909 ഒരു 10 വർഷത്തിന് മുന്നേ, ഇപ്പം 1919 നമ്മൾ നോക്കുന്നത്, 10 വർഷം മുന്നേ വരെ മുസ്ലിംസിന് മാത്രമായിരുന്നു സെപ്പറേറ്റ് ഇലക്ടോറേറ്റ്സ്. 1919 ആയപ്പോൾ എന്ത് പറ്റി? സെപ്പറേറ്റ് ഇലക്ടോറേറ്റ്സ് 6നും ഇന്ത്യൻ ക്രിസ്ത്യൻസിനും ആംഗ്ലോ ഇന്ത്യൻസ് യൂറോപ്യൻസിലേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഫ്രാഞ്ചൈസ് അതായത് വോട്ട് ചെയ്യാനുള്ള അധികാരം എന്തിൻ്റെ ബേസിൽ മാത്രമാക്കി? പ്രോപ്പർട്ടി, ടാക്സ്, എത്രമാത്രം വിദ്യാഭ്യാസമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടിംഗ് റൈറ്റ്സ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു സെൻട്രലൈസ്ഡും യൂണിറ്ററി ഗവൺമെൻറ്റും ആയിരുന്നു. അതായത് ഇപ്പോഴത്തെ പോലെ തന്നെ, അതായത് നമ്മൾ കുറേ സ്റ്റേറ്റുകളുണ്ട്, ഇതെല്ലാം ഒരു സെൻട്രലിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ആ സമയത്ത് കുറേ പ്രൊവിൻസുകളുണ്ട്, പക്ഷേ അതൊരു യൂണിറ്റ് ഉണ്ട് അവിടെ, ഒരു ബ്രിട്ടീഷിൻ്റെ അണ്ടറിലാണ് എല്ലാം. ഓക്കെ, അതാണ് സെൻട്രലൈസ്ഡ് അലൈൻഡ് ആൻഡ് യൂണിറ്ററി ഗവൺമെൻറ് എന്ന് പറയുന്നത്. ആക്ട് സെപ്പറേറ്റഡ് ദ ഫസ്റ്റ് ടൈം പ്രൊവിൻഷ്യൽ ആൻഡ് പ്രൊവിൻഷ്യൽ എന്ന് പറയുമ്പം നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റും സെൻട്രും. അതേപോലെ തന്നെ അക്കാലത്തും പ്രൊവിൻഷ്യലിന് വേറെ ബഡ്ജറ്റ്, സെൻട്രലിന് വേറെ ബഡ്ജറ്റ് എന്നിങ്ങനെ രീതിയിൽ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓരോ പ്രൊവിൻസിലും ഡയാർക്കി എന്ന് പറയുമ്പോൾ 2 രീതിയിലുള്ള ഭരണം. ഇപ്പം ജില്ലാ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന പോലെ ആ സമയത്ത് 2 രീതിയിൽ ഭരണങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ്, അതായത് സ്റ്റേറ്റിലെ സബ്ജക്ട്സിനെ 2 പാർട്ടായിട്ട് തിരിച്ചു, ട്രാൻസ്ഫേർഡ് എന്നും റിസർവ്ഡ് എന്നും. അതേപോലെ തന്നെ സ്ത്രീകൾക്കും വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് 1919. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിനോടൊപ്പം തന്നെ നോക്കിപ്പോകേണ്ട കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഒരു ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ അധികാരം, പുതിയ പല പല ആക്റ്റുകൾ ഇന്ത്യയിൽ നടക്കുന്നു. അപ്പോൾ പുതിയ ആക്ടിൻ്റെ കീഴിൽ ഇന്ത്യ എങ്ങനെയാണ് ഭരിക്കപ്പെടുന്നത്, ഇന്ത്യയുടെ ആ സമയത്തെ അവസ്ഥ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി, പഠിച്ച് അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഫോം ചെയ്യുന്ന കമ്മീഷനാണ് 1927 സൈമൺ കമ്മീഷൻ. ഓക്കെ, ഈ ഒരു 1932 സമയത്താണ് എന്ത് നടക്കുന്നത്? റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത്. ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഈ സൈമൺ കമ്മീഷൻ എന്താണ്? ഇന്ത്യനെ എങ്ങനെയാണ്, അതായത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു മിക്സഡ് ബൗളാണല്ലോ, പലതരം കൾച്ചേഴ്സ്, പലതരം ലാംഗ്വേജസ് എല്ലാം കൊണ്ടും. അപ്പോൾ ഈ ഇന്ത്യനെ പുതിയൊരു ഭരണ രീതിയിൽ എങ്ങനെയാണ് ഭരിക്കുന്നത്, ആ ഒരു റിപ്പോർട്ട് ആ സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ പരിഗണിച്ച് അതിനെ വിലയിരുത്തുന്നതാണ് ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ നടക്കുന്നത്. 1932 വരെയുള്ള റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ. ഓക്കെ, പിന്നെ കമ്മ്യൂണൽ അവാർഡ് ഉണ്ടായിരുന്നു 1932. അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ഇലക്ടോറേറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സിഖുകാർക്കും ഹിന്ദുസ് അങ്ങനെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. പൂന പാക്ട് 1932. ഈ പൂന പാക്റ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹിന്ദുസ് ജോയിൻ്റ് ആയിട്ട് ഒരു ഇലക്ടോറേറ്റ്, ആർക്കൊക്കെ? ഹിന്ദുസിനും അതേപോലെ തന്നെ ഹിന്ദുസിൻ്റെ അണ്ടറിൽ വരുന്ന റിസർവ്ഡ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസിന് റിസർവ്ഡ് സീറ്റ്സോട് കൂടി വരുന്ന ജോയിൻ്റ് ഇലക്ടോറേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ഈ പൂന പാക്ട് വഴി. ഓക്കെ അല്ലേ? ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടുത്ത ഒരു ആക്ടോടും കൂടെ എന്ത് ചെയ്യാണ്? ഈ ബ്രിട്ടീഷുകാരുടെ റൂൾ ഇവിടെ അങ്ങ് അവസാനിക്കുകയാണ്. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ഫെഡറേഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് പ്രൊവിഷൻസ്. ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സ്റ്റേറ്റുകളും ഉണ്ട്, അതൊന്നും സെപ്പറേറ്റ് അല്ല, അതെല്ലാം ഒരു ജോയിൻ്റ് ആയിട്ടാണ് സെൻട്രലിൻ്റെ കീഴിൽ ഭരിക്കപ്പെടുന്നത്. അതേപോലെ ആ സമയത്തും കുറേ പ്രൊവിൻസുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു നാട്ടുരാജ്യങ്ങളുണ്ട്, അതെല്ലാം കൂടെ ഒരു ഇന്ത്യ എന്നൊരു ഫെഡറേഷനായിട്ട്, ഒരു കോർപ്പറേഷനായിട്ട്, ഒരു യൂണിറ്റ് ആയിട്ടാണ് ഭരിക്കുന്നത്. ഓക്കെ, അതായത് ഇതാണ് ഇന്ത്യയെങ്കിൽ എന്താണ്, ഈ റീജിയണലായിട്ട് ഇതേപോലെ കുഞ്ഞു നാട്ടുരാജ്യങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം എന്താണ്, ഈ ഒരു ഇതിൽ വന്നിട്ട് യുണൈറ്റഡ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്താവുന്നുണ്ട്? ഇവിടെ എത്തുമ്പം ഒരു പെർമനൻറ്റ് ബോഡി ആവുന്നുണ്ട്.
അതേപോലെ ജോയിന്റ് സിറ്റിംഗ്, നമ്മുടെ ഇപ്പോഴത്തെ എന്താണ്, രണ്ടുപേരും ഒരു ബില്ല് പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യും, രണ്ടുപേരും കൂടി ഇരുന്നങ്ങ് ഡിസ്കസ് ചെയ്ത്, അതായത് ഇപ്പം ലോക്സഭ ഒരു ബില്ല് പാസ്സാക്കി പക്ഷെ രാജ്യസഭ അത് പാസ്സാക്കിയില്ല, ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ജോയിന്റ് സിറ്റിംഗ് ചെയ്യും, ഒരുമിച്ചിരുന്ന് തീരുമാനം എടുക്കും. അതേപോലെ ആ സമയത്ത് ഒരു ജോയിന്റ് സിറ്റിംഗ് പ്രൊവിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതേപോലെ തന്നെ പ്രൊവിൻസിൽ ഡയാർക്കി ഉണ്ട്, എവിടെ പറഞ്ഞു, 1919 ആക്ടിൽ പറഞ്ഞു. ആ പ്രൊവിൻസിലുള്ള ഡയാർക്കിയും എന്ത് ചെയ്യുന്നുണ്ട്, അബോളിഷ് ചെയ്യുന്നുണ്ട്. ഇനി അതങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പ്രൊവിൻസസ് വെയർ ഗിവൻ ഓട്ടോണമി, പ്രൊവിൻസസിനും ഓരോരോ ഓട്ടോണമി, സ്വയം ഭരണാധികാരം അങ്ങ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വോട്ടധികാരം എടുക്കുകയാണെങ്കിൽ 10% ആൾക്കാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, മൊത്തം പോപ്പുലേഷൻ്റെ 10% ആൾക്കാർക്കേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഫെഡറൽ കോർട്ട് ഉണ്ട്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ഈ ഒരു സമയം അബോളിഷ് ചെയ്യുന്നത്. അപ്പം മുരളി മിൻറ്റോയും അതേപോലെ തന്നെ മൊണ്ടേഗു ചെംസോൾഡിലും ഒരാൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യവും, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ഞാൻ പറഞ്ഞു അതിൻ്റെ കീഴിൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞു, ഒരു 15 കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതും 1858 വന്നാണ് അതും അബോളിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്താണ് നമ്മൾ ഇപ്പം കാണുന്ന എന്ത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്യുന്നത് 1934 പക്ഷേ എഫക്റ്റീവ് ആയിട്ട് വരുന്നത് 1935. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് ഫോം ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടാവുന്നതല്ല, ബ്രിട്ടീഷുകാരുള്ളപ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഉള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947, ഇതാണ് ലാസ്റ്റത്തെ ആക്ട്. ഓക്കെ, ഇത് വന്നിട്ട് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ബ്രിട്ടീഷ് റൂള്, ബ്രിട്ടീഷിൻ്റെ അധികാരം ഇവിടെ അങ്ങ് എൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ നടക്കുന്നു. അതേപോലെ തന്നെ വൈസ്രോയി എന്നുള്ള ഒരു പദവിയും ഈ ഒരു സമയത്ത് എൻഡ് ആവുന്നുണ്ട്. ഓക്കെ, പക്ഷേ പുതിയൊരു ആക്ട്, പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യുന്നത് വരെ 1951 പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യുന്നത് വരെ, 1950 പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യുന്നത് വരെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കണ്ടിന്യൂ ചെയ്യുന്നത് 1947 ലാസ്റ്റത്തെ ആക്ട് അല്ല കണ്ടിന്യൂ ചെയ്യുന്നത്, അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ഞാനത് തിരുത്തിയിട്ട് കമൻറ്റിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പിൻ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.